ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് കരോൾ ത്രേസ്യാമ അബ്രഹാം. പ്രധാന വാർത്തകൾ. ആഗോളതലത്തിൽ ഏറ്റവും കുറഞ്ഞ വിലയിൽ പാചകവാതകം ലഭിക്കുന്നത് ഇന്ത്യയിലെ കുടുംബങ്ങൾക്കെന്ന് കേന്ദ്ര സർക്കാർ. ഭൂകമ്പ പുനർനിർമ്മാണ പദ്ധതിയുടെ ഭാഗമായി നേപ്പാളിന് 72 ആരോഗ്യ സൌകര്യങ്ങളും 12 പൈതൃക പദ്ധതികളും കൈമാറി ഇന്ത്യ. ഇന്ന് ലോക ഭക്ഷ്യ സുരക്ഷാ ദിനം. നല്ല ഭക്ഷണശീലങ്ങളിലൂടെ ആരോഗ്യകരവും സ്വയം പര്യാപ്തവുമായ ഇന്ത്യയ്ക്കായി എല്ലാവരും കൈകോർക്കണമെന്ന് ആരോഗ്യമന്ത്രി JP നഡ്ഡ. ചലച്ചിത്ര താരം സലീം കുമാറിന് വിട നൽകാനൊരുങ്ങി കേരളം. അന്തിമോപചാരം അർപ്പിച്ച് ആയിരങ്ങൾ. സംസ്കാരം ഇന്ന് വൈകിട്ട് ഔദ്യോഗിക ബഹുമതികളോടെ. കേരളത്തിൽ കാലവർഷം ശക്തി പ്രാപിക്കുന്നു. 7 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടകം, ലക്ഷദ്വീപ് തീരങ്ങളിൽ മറ്റന്നാൾ വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫ്രഞ്ച് ഓപ്പൺ പുരുഷ സിംഗിൾസ് ഫൈനൽ ഇന്ന്. വനിതാ സിംഗിൾസിൽ റഷ്യൻ താരം മിറ ആൻഡ്രേവയ്ക്ക് കിരീടം. വാർത്തകൾ വിശദമായി. ഇന്ത്യ ഇന്തോനേഷ്യ സംയുക്ത കമ്മീഷൻ 4 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് വീണ്ടും ചേരുന്നതെന്നും ഈ കാലയളവിൽ ഉഭയകക്ഷി ബന്ധത്തിൽ ശ്രദ്ധേയമായ പുരോഗതി കൈവരിച്ചതായും വിദേശകാര്യമന്ത്രി S. ജയശങ്കർ ന്യൂഡൽഹിയിൽ ഇന്ത്യ ഇന്തോനേഷ്യ സംയുക്ത കമ്മീഷൻ യോഗത്തിൽ സഹ അധ്യക്ഷത വഹിക്കുകയായിരുന്നു അദ്ദേഹം. രാഷ്ട്രീയം, പ്രതിരോധം, സുരക്ഷ, സമുദ്ര സഹകരണം, വ്യാപാരവും നിക്ഷേപവും, ആരോഗ്യം, ഔഷധ നിർമ്മാണം, ഭക്ഷ്യസുരക്ഷ, വിനോദസഞ്ചാരം, വിദ്യാഭ്യാസം, സാംസ്കാരിക സഹകരണം എന്നിവ ഉൾപ്പെടെ ഉഭയകക്ഷി സഹകരണത്തിന്റെ മുഴുവൻ മേഖലകളെക്കുറിച്ചും വിശദമായ ചർച്ചകൾ നടത്താൻ ആഗ്രഹിക്കുന്നതായും ശ്രീ ജയശങ്കർ വ്യക്തമാക്കി. ഇന്തോനേഷ്യൻ വിദേശകാര്യമന്ത്രി സുഗിനോയും യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. വിദേശകാര്യമന്ത്രി S. ജയശങ്കറും നേപ്പാൾ വിദേശകാര്യമന്ത്രി ശിശിർ ഖനാലും ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. 2015 ഭൂകമ്പാനന്തര പുനർനിർമ്മാണ പദ്ധതിയുടെ ഭാഗമായി നേപ്പാളിന് 72 ആരോഗ്യ സംവിധാനങ്ങളും 12 സാംസ്കാരിക പൈതൃക പദ്ധതികളും വെർച്വലായി കൈമാറി. അതിർത്തി കടന്നുള്ള പണമിടപാടുകൾ സുഗമമാക്കുന്നതിനായി UPIയും നേപ്പാളിന്റെ നാഷണൽ പേയ്മെന്റ് ഇന്റർഫേസും ബന്ധിപ്പിക്കുന്ന പദ്ധതിക്കും ഇരു നേതാക്കളും തുടക്കം കുറിച്ചു. ഡിജിറ്റൽ ഇന്ത്യ ഭാഷിണിയും കാഠ്മണ്ഡു സർവകലാശാലയും തമ്മിലുള്ള ധാരണാപത്രവും കൈമാറി. ഇന്ത്യ നേപ്പാൾ അതിർത്തി സുരക്ഷയ്ക്കായി പരസ്പര സഹകരണത്തോടെയാണ് പ്രവർത്തിക്കുന്നതെന്നും കേന്ദ്രമന്ത്രി വ്യക്തമാക്കി. അന്താരാഷ്ട്ര തലത്തിൽ LPG വിലയിൽ വൻ വർധനവ് ഉണ്ടായിട്ടും ആഗോളതലത്തിൽ ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് പാചകവാതകം ലഭ്യമാക്കുന്നത് ഇന്ത്യയിലെ കുടുംബങ്ങൾക്കാണെന്ന് കേന്ദ്ര സർക്കാർ. വിശദാംശങ്ങളിലേക്ക്. ഗാർഹിക ആവശ്യങ്ങൾക്കുള്ള LPG പാചകവാതക സിലിണ്ടറിന്റെ വില 29 രൂപയാണ് ഇന്ന് വർദ്ധിപ്പിച്ചത്. 14.2 കിലോഗ്രാം ഭാരമുള്ള ഗാർഹിക LPG സിലിണ്ടറിനാണ് വില വർധന ബാധകമാകുന്നത്. ഇന്നു മുതൽ പ്രാബല്യത്തിൽ വന്ന പുതിയ നിരക്കനുസരിച്ച് ഡൽഹിയിൽ ഒരു ഗാർഹിക LPG സിലിണ്ടറിന്റെ വില 942 രൂപയാണ്. എന്നാൽ അമേരിക്ക, ഓസ്ട്രേലിയ, കാനഡ തുടങ്ങിയ വികസിത സമ്പദ് വ്യവസ്ഥകളിലെ വിലയെ അപേക്ഷിച്ച് വളരെ കുറവാണ് ഇന്ത്യയിലെ LPG വിലയെന്ന് പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയം പ്രസ്താവനയിൽ പറഞ്ഞു. ആഗോള ഊർജ്ജ വിപണികളുടെ അസ്ഥിരമായ ആഘാതത്തിൽ നിന്ന് ഉപഭോക്താക്കളെ സംരക്ഷിക്കുന്നതിനായി വർധനവിന്റെ ഒരു പ്രധാന ഭാഗം സർക്കാർ ഏറ്റെടുത്തിട്ടുണ്ടെന്നും മന്ത്രാലയം അറിയിച്ചു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. നീറ്റ് UG പുനഃപരീക്ഷയുടെ ചോദ്യപേപ്പർ ചോർന്നതായുള്ള പ്രചാരണം തള്ളി നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. ഇതുമായി ബന്ധപ്പെട്ട് സമൂഹമാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന അവകാശവാദങ്ങൾ വ്യാജമാണെന്ന് NTA അറിയിച്ചു. പരീക്ഷാ പ്രക്രിയ കുറ്റമറ്റതാകുന്നതിനും ഉദ്യോഗാർത്ഥികൾക്ക് സുരക്ഷിതവും സുതാര്യവുമായ പരീക്ഷ ഉറപ്പാക്കാനും ആവശ്യമായ മുൻകരുതലുകൾ സ്വീകരിച്ചിട്ടുണ്ടെന്നും NTA വ്യക്തമാക്കി. CBSE 12ാം ക്ലാസ് പരീക്ഷാ പേപ്പറുകളുടെ പുനഃപരിശോധനയ്ക്ക് അപേക്ഷിക്കാനുള്ള അവസരം ഇന്ന് അവസാനിക്കും. ഇന്ന് അർദ്ധരാത്രി വരെ അപേക്ഷ സമർപ്പിക്കാനുള്ള പോർട്ടൽ തുറന്നിരിക്കുമെന്ന് CBSE സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ലോക ഭക്ഷ്യ സുരക്ഷാ ദിനത്തോടനുബന്ധിച്ച് സുരക്ഷിതവും ശുചിത്വമുള്ളതുമായ ഭക്ഷണം ഉറപ്പാക്കാനുള്ള കേന്ദ്ര സർക്കാരിന്റെ പ്രതിബദ്ധത ആവർത്തിച്ച കേന്ദ്ര ആരോഗ്യമന്ത്രി JP നഡ്ഡ. നല്ല ഭക്ഷണശീലങ്ങൾ പിന്തുടർന്ന് ആരോഗ്യകരവും സ്വയം പര്യാപ്തവുമായ ഇന്ത്യയെ കെട്ടിപ്പടുക്കാൻ എല്ലാവരും കൈകോർക്കണമെന്ന് അദ്ദേഹം സമൂഹമാധ്യമത്തിലൂടെ ആഹ്വാനം ചെയ്തു. വിശദാംശങ്ങളിലേക്ക്. പാചക എണ്ണയുടെ ഉപയോഗം 10% കുറയ്ക്കുകയും സമീകൃത ആഹാരശീലം സ്വീകരിക്കുകയും ചെയ്യണമെന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആഹ്വാനവും കേന്ദ്രമന്ത്രി JP നഡ്ഡ ഓർമ്മിപ്പിച്ചു. മികച്ച ആരോഗ്യവും ശക്തമായ രാഷ്ട്രനിർമ്മാണവും ലക്ഷ്യമിട്ടുള്ള ഈ സന്ദേശം ജനങ്ങൾ ഏറ്റെടുക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ഐക്യരാഷ്ട്രസഭയുടെ ഭക്ഷ്യ കാർഷിക സംഘടനയും ലോകാരോഗ്യ സംഘടനയും ദേശീയ ഭരണകൂടങ്ങൾ, സിവിൽ സമൂഹ സംഘടനകൾ, അക്കാദമിക് സ്ഥാപനങ്ങൾ തുടങ്ങിയവയുടെ സഹകരണത്തോടെ എല്ലാ വർഷവും ജൂൺ 7-നാണ് ലോക ഭക്ഷ്യസുരക്ഷാ ദിനം ആചരിക്കുന്നത്. പ്രശ്നത്തിൽ നിന്ന് പരിഹാരത്തിലേക്ക് എല്ലായിടത്തും സുരക്ഷിത ഭക്ഷണം എന്നതാണ് ഈ വർഷത്തെ പ്രമേയം.
കൃഷിയിടം മുതൽ ഭക്ഷണ മേശ വരെ ശുചിത്വവും ശാസ്ത്രീയ രീതികളും പാലിച്ചുകൊണ്ട് ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കേണ്ടതിന്റെ പ്രാധാന്യമാണ് ഇതിലൂടെ ഊന്നി പറയുന്നത്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. രാജ്യത്ത് സമഗ്രമായ ഡിജിറ്റൽ ആരോഗ്യ ആവാസ വ്യവസ്ഥ വളർത്തിയെടുക്കാൻ കേന്ദ്ര സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ സഹമന്ത്രി അനുപ്രിയ പട്ടേൽ ആകാശവാണി വാർത്തയ്ക്ക് അനുവദിച്ച പ്രത്യേക അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു അവർ. ആയുഷ്മാൻ ഭാരത് ഡിജിറ്റൽ മിഷന്റെ ഭാഗമായി രാജ്യത്ത് ഇതുവരെ 90 കോടിയിലധികം ആഭ തിരിച്ചറിയൽ കാർഡുകൾ സൃഷ്ടിച്ചിട്ടുണ്ടെന്നും 100 കോടിയിലധികം ഡിജിറ്റൽ മെഡിക്കൽ രേഖകൾ ഈ ഐഡികളുമായി ബന്ധിപ്പിച്ചിട്ടുണ്ടെന്നും മന്ത്രി വ്യക്തമാക്കി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR ന്യൂസ് _TVM X ഹാൻഡിലും ലഭ്യമാണ്. അന്തരിച്ച മലയാള നടൻ സലീം കുമാറിന് വിട നൽകാനൊരുങ്ങി കേരളം. ഔദ്യോഗിക ബഹുമതികളോടെ വൈകിട്ട് 3:30 പറവൂരിലെ വീട്ടുവളപ്പിലാണ് സംസ്കാരം. പറവൂർ ടൌൺ ഹാളിൽ നടക്കുന്ന പൊതുദർശനത്തിൽ മുഖ്യമന്ത്രി VD സതീശൻ, മന്ത്രിമാർ, സിനിമ, സാംസ്കാരിക, രാഷ്ട്രീയ മേഖലകളിലെ പ്രമുഖർ തുടങ്ങിയവർ സലീം കുമാറിന് അന്ത്യാഞ്ജലി അർപ്പിച്ചു. പ്രിയ നടനെ അവസാനമായി കാണാൻ നൂറുകണക്കിന് ആരാധകരാണ് ടൌൺ ഹാളിൽ എത്തിയത്. കൊച്ചി അമൃത ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ ഇന്നലെ രാത്രിയായിരുന്നു സലീം കുമാർ അന്തരിച്ചത്. 3 പതിറ്റാണ്ടിനിടെ 350ഓളം ചിത്രങ്ങളിൽ വേഷമിട്ട സലീം കുമാർ നർമ്മ പ്രാധാന്യമുള്ള കഥാപാത്രങ്ങൾ സ്വന്തം ശൈലിയിലൂടെ അവതരിപ്പിച്ചു. മികച്ച നടനുള്ള ദേശീയ, സംസ്ഥാന പുരസ്കാരങ്ങൾ നേടിയിട്ടുണ്ട്. സംവിധായകൻ, ഗ്രന്ഥകാരൻ, പ്രഭാഷകൻ, ചിന്തകൻ എന്നീ നിലകളിലും ശ്രദ്ധ നേടി. കേരളത്തിൽ തെക്ക് പടിഞ്ഞാറൻ കാലവർഷം ശക്തി പ്രാപിക്കുന്നു. തൃശൂർ മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. മറ്റെല്ലാ ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതയാണ്. തിരുവനന്തപുരം, കൊല്ലം ഒഴികെയുള്ള ജില്ലകളിൽ നാളെയും മഴ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മറ്റന്നാൾ വരെ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. ന്യൂഡൽഹിയിൽ സംഘടിപ്പിച്ച ഫിറ്റ് ഇന്ത്യ സൺഡേ സോൺ സൈക്കിൾ സംരംഭത്തിന്റെ 77ാമത് പതിപ്പിൽ കേന്ദ്ര കായികമന്ത്രി മൻസുഖ് മാണ്ഡവ്യ പങ്കെടുത്തു. സൈക്കിൾ ഉപയോഗം പരിസ്ഥിതിയെ ശുചിയായി നിലനിർത്തുന്നതിനൊപ്പം രൂക്ഷമായ ഗതാഗത കുരുക്കിനും ഫലപ്രദമായ പരിഹാരമാണെന്ന് അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. സൈക്കിൾ ചവിട്ടുന്നതിലൂടെ ലഭിക്കുന്ന നിരവധി ആരോഗ്യ ഗുണങ്ങൾ പരാമർശിച്ച മന്ത്രി ഫിറ്റ് ഇന്ത്യ എന്ന ലക്ഷ്യം സാക്ഷാത്കരിക്കാൻ എല്ലാവരും ഈ ജനകീയ സംരംഭത്തിന്റെ ഭാഗമാകണമെന്ന് ആഹ്വാനം ചെയ്തു. साइकिलिंग करने से आपकी हेल्थ अच्छी रहती है. साइकिलिंग से फ्यूल का बचत होता है. वर्तमान में ट्रैफिक की बहुत बड़ी समस्या है, उसका भी समाधान है. तो क्यों न हम साइकिलिंग करें. देश के नागरिकों में अपने हेल्थ के प्रति अवेयरनेस बढ़ी है. मोदी जी ने आधा घंटा रोज फिटनेस देने के लिए कहा है. तो ये फिटनेस का डोज आधा घंटा के लिए हम हमेशा साइकिलिंग करेंगे तो मैं मानता हूँ कि हमारी कई समस्या का समाधान होगा. ഫ്രഞ്ച് ഓപ്പൺ പുരുഷ സിംഗിൾസ് ഫൈനൽ ഇന്ന്. ജർമ്മനിയുടെ അലക്സാണ്ടർ സ്വരേവ്, ഇറ്റലിയുടെ ഫ്ലാവിയോ കൊബോളി എന്നിവരാണ് കലാശ പോരാട്ടത്തിൽ മാറ്റൊരുക്കുക. ഇന്നലെ നടന്ന വനിതാ സിംഗിൾസിൽ റഷ്യൻ താരം മിറ ആൻഡ്രേവ കിരീടമണിഞ്ഞിരുന്നു. താരത്തിന്റെ കന്നി ഗ്രാൻഡ്സ്ലാമായിരുന്നു ഇന്നലത്തേത്. അഫ്ഗാനിസ്ഥാനെതിരായ ക്രിക്കറ്റ് ടെസ്റ്റ് ഒന്നാം ഇന്നിംഗ്സിൽ ഇന്ത്യയുടെ ബാറ്റിംഗ് പുരോഗമിക്കുന്നു. ടോസ് നേടി ബാറ്റിംഗിനിറങ്ങിയ ഇന്ത്യ രണ്ടാം ദിനം ഒടുവിൽ റിപ്പോർട്ട് ലഭിക്കുമ്പോൾ 7 വിക്കറ്റ് നഷ്ടത്തിൽ 535 റൺസ് എന്ന നിലയിലാണ്. KL രാഹുൽ, ശുഭ്മാൻ ഗിൽ എന്നിവരുടെ സെഞ്ചുറികളാണ് ഇന്ത്യയ്ക്ക് മികച്ച സ്കോർ സമ്മാനിച്ചത്. ഹോർമുസ് കടലിടുക്കിലെ അന്താരാഷ്ട്ര കപ്പൽ ഗതാഗതം ലക്ഷ്യമിട്ടുള്ള ഇറാന്റെ 2 ഡ്രോണുകൾ വെടിവെച്ചിട്ടതായി US. കുവൈത്തിലെയും ബഹ്റൈനിലെയും അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് ഇറാൻ ഇന്നലെ ഭൂഖണ്ഡാനന്തര മിസൈൽ തൊടുത്തിരുന്നു. ഡ്രോൺ ആക്രമണത്തിന് മറുപടിയായി ഗോറൂബ്, ഖ്വഷ് ദ്വീപുകളിലെ ഇറാന്റെ റഡാർ നിരീക്ഷണ സംവിധാനങ്ങൾ US സേന തകർത്തതിന് പിന്നാലെയാണ് ഇത്. അതിനിടെ മേഖലയിൽ സമാധാനം ഉറപ്പാക്കുന്നത് ലക്ഷ്യമിട്ട ചർച്ചകൾക്കായി പാക് ആഭ്യന്തരമന്ത്രി മൊഹസിൻ നഖ്വി ടെഹ്റാനിൽ എത്തിയിട്ടുണ്ട്. പ്രധാന വാർത്തകൾ വീണ്ടും. ആഗോളതലത്തിൽ ഏറ്റവും കുറഞ്ഞ വിലയിൽ പാചകവാതകം ലഭിക്കുന്നത് ഇന്ത്യയിലെ കുടുംബങ്ങൾക്കെന്ന് കേന്ദ്ര സർക്കാർ. ഭൂകമ്പ പുനർനിർമ്മാണ പദ്ധതിയുടെ ഭാഗമായി നേപ്പാളിന് 72 ആരോഗ്യ സൌകര്യങ്ങളും 12 പൈതൃക പദ്ധതികളും കൈമാറി ഇന്ത്യ. ഇന്ന് ലോക ഭക്ഷ്യസുരക്ഷാ ദിനം. നല്ല ഭക്ഷണശീലങ്ങളിലൂടെ ആരോഗ്യകരവും സ്വയം പര്യാപ്തവുമായ ഇന്ത്യയ്ക്കായി എല്ലാവരും കൈകോർക്കണമെന്ന് ആരോഗ്യമന്ത്രി JP നഡ്ഡ. ചലച്ചിത്ര താരം സലീം കുമാറിന് വിട നൽകാനൊരുങ്ങി കേരളം. അഗ്നിബോംബചാരം അർപ്പിച്ച് ആയിരങ്ങൾ. സംസ്കാരം ഇന്ന് വൈകിട്ട് ഔദ്യോഗിക ബഹുമതികളോടെ. കേരളത്തിൽ കാലവർഷം ശക്തി പ്രാപിക്കുന്നു. 7 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടകം, ലക്ഷദ്വീപ് തീരങ്ങളിൽ മറ്റന്നാൾ വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫ്രഞ്ച് ഓപ്പൺ പുരുഷ സിംഗിൾസ് ഫൈനലിൽ ഇന്ന് വനിതാ സിംഗിൾസിൽ റഷ്യൻ താരം മിറ ആൻഡ്രേവയ്ക്ക് കിരീടം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.